ഗാസ പട്ടിണിയിലാണ്. അവിടുത്തെ കുട്ടികൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതെ അവരെല്ലാം മാൽന്യൂട്രീഷൻ കാരണം സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണിപ്പോൾ. UN-ഉം WHO ഒക്കെ ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് ഒരുപാട് നമ്മളെ വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പട്ടിണി അത്രത്തോളം സിവിയർ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് IPC സ്കെയിൽ നോക്കാം. IPC സ്കെയില് ഫുഡ് ക്രൈസിസ് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ സ്കെയിലാണ്. UN-ന്റെ മൾട്ടിപ്പിൾ ഏജൻസീസ്, അതുപോലെ NGOs, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരൊക്കെ ഒരുപോലെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് IPC. ഒരു സ്ഥലം പട്ടിണിയിലാണ് എന്ന് പറയുന്നത് ഒരുപാട് സയൻറ്റിഫിക് സ്റ്റഡിയുടെ ബേസിൽ ഒരുപാട് ഫീൽഡ് എക്സ്പേർട്സുകൾ റിലയബിളായ ഡാറ്റ, മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് റിലയബിളായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് നിങ്ങളെ എവറിഡേ യൂട്യൂബ് പ്രൊഫസറോ അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ ഫ്രീ തിങ്കർ എക്സ്പേർട്ടൊന്നുമല്ല. IPC ഈ ഫുഡ് ക്രൈസിസിനെ ഒരു 5 ഫേസ് ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമൽ, എല്ലാവർക്കും അത്യാവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു സ്റ്റേജാണ്. ഫേസ് 2 ക്രൈസിസ് ആണ്. എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് ഫേസ് 2. മൂന്നാമത്തെ ഫേസ് ഒരു ക്രൈസിസ് ആണ്. ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ, ഭക്ഷണം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാലം പട്ടിണി എടുക്കേണ്ട ഒരവസ്ഥ വരികയാണ്. നമ്മളെ കയ്യിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറക്കി വിറ്റിട്ടൊക്കെ വേണം ഭക്ഷണം കഴിക്കാൻ. ഇതാണ് മൂന്നാമത്തെ ഫേസ്. നാലാമത്തെ ഫേസ് ആകുമ്പോഴേക്കും ഒരു എമർജൻസി സിറ്റുവേഷനാണ്. ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളും മാൽനറിഷ്ഡ് ആവും. അവർ മാൽന്യൂട്രീഷൻ കാരണം സഫർ ചെയ്യുന്ന ഒരവസ്ഥ. മാത്രമല്ല മരിക്കാനുള്ള, ഭക്ഷണം കിട്ടാതെ മരിക്കാനുള്ളതിൻ്റെ റിസ്ക് വളരെയധികം കൂടുകയാണ് നാലാമത്തെ ഫേസിൽ. ഇനി അഞ്ചാമത്തെ ഫേസാണ് കറ്റാസ്ട്രഫി അല്ലെങ്കിൽ ഫാമിൻ. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്, ഭക്ഷണം തീരെ കിട്ടാത്തൊരവസ്ഥ. ഫേസ് 5 കറ്റാസ്ട്രഫി, ഫാമിൻ എന്ന് പറഞ്ഞ് 2 വാക്കുകളായിട്ട് IPC ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ കറ്റാസ്ട്രഫി എന്നുള്ളത് ഹൗസ് ഹോൾഡ് ബേസിലാണ്. ഓരോ വീടുകളിൽ അവർക്ക് ഭക്ഷണം കിട്ടാത്ത, തീരെ ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ എത്തുന്നുണ്ടോ, ആ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആളുകൾ മരിക്കാനുള്ള അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾ മാൽന്യൂട്രീഷൻ വരാനുള്ള ചാൻസ് വളരെയധികം റിസ്ക് കൂടിയ ഒരവസ്ഥക്കാണ് കറ്റാസ്ട്രഫി എന്ന് ലേബിൾ ചെയ്തിട്ടുള്ളത്. ഫാമൈൻ ഏരിയ ബേസ്ഡ് ആണ്. ഫാമൈന് 3 ക്രൈറ്റീരിയയാണ് IPC മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്നാമത്തെ ക്രൈറ്റീരിയ 20% അതിന് കൂടുതലോ ഹൗസ് ഹോൾഡുകൾ ഈ ഒരു ഫേസ് 5 കറ്റാസ്ട്രഫിയിലെത്തുക, ഭക്ഷണം തീരെ ഇല്ലാത്തൊരവസ്ഥയിലെത്തുക. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആ ഒരു ഏരിയയിൽ 30% മേലെ കുട്ടികൾ മാൽനറിഷ്ഡ് ആവുക, ന്യൂട്രീഷൻ കിട്ടാത്തത് കൊണ്ട് സഫർ ചെയ്യേണ്ട ഒരവസ്ഥ. ഇനി ലാസ്റ്റ് ക്രൈറ്റീരിയ, മൂന്നാമത്തെ ക്രൈറ്റീരിയ, ഓരോ 10,000 ആളുകളിലും 2-ൽ കൂടുതൽ ആളുകൾ മരണപ്പെടുക, ഭക്ഷണം കിട്ടാത്ത, ഡെയിലി ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് മരണപ്പെടുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ മൂന്നാമത്തെ ക്രൈറ്റീരിയ, മൂന്നാമത്തെ ത്രഷ് പാസ്സാവും. ഈ 3 ത്രഷ് ഏതെങ്കിലും ഒരു ഏരിയ പാസ്സാവുണ്ടെങ്കിൽ ഒഫീഷ്യലി ഫാമൈനായിട്ട് ഡിക്ലെയർ ചെയ്യും. ഇനി ഗാസയുടെ സിറ്റുവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫാമൈനെ വാൺ ചെയ്തുകൊണ്ട്. അത് കഴിഞ്ഞ് മെയിലൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊജക്ഷൻ കാണിച്ചുകൊണ്ട് സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഈ പറഞ്ഞ ഫാമൈൻ്റെ ത്രഷ് ക്രോസ് ചെയ്യും. ഗാസയിലുള്ള എൻറ്റയർ പോപ്പുലേഷൻ ഫേസ് 3 കടന്നിരിക്കും. മെജോറിറ്റി ഫേസ് 4 എമർജൻസി സിറ്റുവേഷനിലായിരിക്കും. മാത്രമല്ല 20% മേലെ വീടുകൾ ഗാസയുടെ ഉള്ളിലുള്ള പല സിറ്റികളിൽ ഫേസ് 5 കറ്റാസ്ട്രഫി 20% മേലെ ക്രോസ് ചെയ്തിരിക്കും. IPC പ്രൊജക്റ്റ് ചെയ്ത കണക്ക് 500,000 ഓഫ് ദ പോപ്പുലേഷൻ കറ്റാസ്ട്രഫി ഹിറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഗാസയിലെ മിക്ക സിറ്റികളിലും കുട്ടികൾ വളരെയധികം മാൽനറിഷ്ഡ് ആയിരിക്കും. അപ്പം 30% എന്നുള്ള ത്രഷോൾഡും സെപ്റ്റംബർ ആകുമ്പോഴേക്കും ക്രോസ് ചെയ്തിരിക്കും. ഇത് മെയിൽ വന്ന റിപ്പോർട്ടാണ്. പക്ഷേ സെപ്റ്റംബർ ആയില്ല, ജൂലൈ അവസാനം ആകുമ്പോഴേക്കും ഒരു പുതിയ റിപ്പോർട്ട് വന്നു. ഗാസയിൽ ഈ പറഞ്ഞ ത്രഷോൾഡുകളൊക്കെ ഓൾറെഡി ക്രോസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളെ, പോഷകാഹാരം കിട്ടാത്ത കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി മാൽനറിഷ്ഡ് ആണോ അല്ലേ, മാൽന്യൂട്രീഷൻ കാരണം സഫർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റും ഹൈറ്റും ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മിഡ് അപ്പർ ആം സർക്കംഫറൻസ്. നമ്മൾ കൈയിൻ്റെ ഈ ഒരു ഏരിയ, അപ്പർ ആമിൻ്റെ മിഡ് സെക്ഷൻ്റെ സർക്കംഫറൻസ് മെഷർ ചെയ്യും. അപ്പോൾ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾ, 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഒരു മെഷറിംഗ് ടൈപ്പ് വെച്ചിട്ട് 11.5 സെൻറ്റിമീറ്ററിന് മുകളിലാണോ സർക്കംഫറൻസ് നോക്കും. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഫാമൈൻ കാരണം സഫർ ചെയ്യുന്നുണ്ട്, മാൽന്യൂറിഷ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് മാത്രം എടുത്താൽ മെയിൽ അതൊരു 4.4% ആണെന്നുണ്ടെങ്കിൽ നിലവിൽ അല്ലെങ്കിൽ ജൂലൈയിലെ റിപ്പോർട്ടിൽ അത് ഓൾറെഡി 16.5% കടന്നു. അപ്പോൾ 16.5% ഈ ഒരു മെട്രിക്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ്. വേറെ മെട്രിക്സ് ഉപയോഗിക്കുമ്പോൾ അത് 30% ക്രോസ് ചെയ്യും, അഥവാ രണ്ടാമത്തെ ത്രഷോൾഡ് കടന്നു. നിലവിൽ സ്ട്രോങ് എവിഡൻസ് ഉണ്ട് ഫസ്റ്റത്തെ 2 ത്രഷോൾഡും ഫാമൈൻ ത്രഷോൾഡും ഗാസയിൽ ക്രോസ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. ഇനി ലാസ്റ്റത്തെ ത്രഷോൾഡ് എന്നുള്ളത് ഓരോ 10,000 പേരിലും ഹങ്കർ കാരണം, വിശപ്പ് കാരണം
2 പേര് ഓരോ ദിവസം മരണപ്പെടുന്ന അവസ്ഥയാണ്. ഈ ഒരു റിപ്പോർട്ടിൽ മാത്രം 16 ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുട്ടികളെ ഡെത്ത്. അത് ഭക്ഷണം കിട്ടാതെ മരിക്കേണ്ട അവസ്ഥ. ഇത് ഓഫ് കോഴ്സ് അൺറിപ്പോർട്ടഡ് ആണ്. നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസുകൾ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ മരിച്ചവരുടെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. ഈ റിപ്പോർട്ടിൽ കുറച്ചായിട്ടാണ് കാണിച്ചുള്ളത്. ഇതല്ലാതെ 1000-ന് മേലെ ആളുകൾ ഭക്ഷണം കിട്ടാൻ വേണ്ടി പോണ സമയത്ത് കൊല്ലപ്പെട്ടതായിട്ടും ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ലൈക്ലി 3ാമത്തെ ത്രഷോൾഡും ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഗാസയിലുള്ള ആളുകൾ പട്ടിണിയിലാണ്. അപ്പൊ എന്താണ് ഈ പട്ടിണിയുടെ കോസ്? പണ്ടും പലതരത്തിലുള്ള ഫാമൈന് പല സ്ഥലങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതിന് പല കാരണങ്ങളാണ് വരാറ്. ഒന്ന് ക്ലൈമറ്റ് ഇഷ്യൂ ആയിരിക്കും, എന്തെങ്കിലും ഭൂമി ഉലുക്കോ അല്ലെങ്കിൽ വരൾച്ചയോ കാരണം ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ. അതുകൊണ്ട് പട്ടിണിയിൽ ആ ഒരു നാട് മൊത്തം പട്ടിണിയിലേക്ക് പോകേണ്ട അവസ്ഥ വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ. ഗാസയുടെ കേസിൽ കോൺഫ്ലിക്റ്റ് ആണ് മെയിൻ ഡ്രൈവർ, ഈ ഒരു പട്ടിണി ഉണ്ടാവാനുള്ള മെയിൻ കാരണം. ഇതിന് കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഔട്ട്റൈറ്റ് ജനസൈഡ് എന്ന് തന്നെ വിളിക്കണം. മെയ്യിൽ വന്ന IPC റിപ്പോർട്ടും ജൂലൈയിൽ വന്ന IPC റിപ്പോർട്ടിന്റെ ഇടയിലുള്ള ഒരു ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ 6700-ന് മേലെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ബോംബുകൾ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ വരുമ്പോൾ, ഇവർക്ക് ഭക്ഷണമായിട്ട് UN പോലുള്ള അല്ലെങ്കിൽ വേറെ ഓർഗനൈസേഷൻസ് ഭക്ഷണമായിട്ട് വരുമ്പോൾ അതിനെ തടഞ്ഞു വെക്കുന്നു. അതുപോലെ ഹ്യൂമാനിറ്റേറിയൻ വർക്കേഴ്സിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കുന്നു. ഭക്ഷണം കളക്ട് ചെയ്യാൻ വരുന്നവരെ കൊല്ലുന്നു. ഇനി ഈവൻ ഭക്ഷണം ഇവർക്ക് കിട്ടിയാൽ തന്നെ സംഭവം എങ്ങനെയെങ്കിലും ഒരു ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കുക്ക് ചെയ്യണ്ടേ. അപ്പൊ കുക്ക് ചെയ്യാനുള്ള ഗ്യാസ്, വെള്ളം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഇതെല്ലാം ഇസ്രായേൽ ഓൾറെഡി തടഞ്ഞു വെച്ചിട്ടുണ്ട്. IPC അവരുടെ റിപ്പോർട്ടിൽ റെക്കമെൻഡഡ് ആക്ഷൻസ് എന്നുള്ളൊരു സെക്ഷനിൽ എന്താണ് ഈ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് സീസ് ഫയർ ആണ്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ വർക്കേഴ്സ് അല്ലെങ്കിൽ എയ്ഡുകൾ വരുമ്പോൾ അതിനെ റിസ്ട്രിക്റ്റ് ചെയ്യാതിരിക്കുക, പ്രിവെൻറ്റ് ചെയ്യാതിരിക്കുക, സിവിലിയൻസിനെ കൊല്ലാതിരിക്കുക, സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കാതിരിക്കുക, അവർക്കുള്ള ഫുഡും ഇലക്ട്രിസിറ്റിയും വാട്ടറും ഇതൊന്നും കട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിനോടാണ്. നിങ്ങൾ വാർ ക്രൈം കമ്മിറ്റി അല്ലേ, ജനസൈഡ് കമ്മിറ്റ് ചെയ്യല്ലേ എന്ന് IPC ഇസ്രായേലിനോട് പറയാണ്. ഇനി അവസാനം നിലനിൽക്കുന്ന ക്വസ്റ്റ്യൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന? അഫ്കോഴ്സ് നമുക്ക് എന്തെങ്കിലും പൈസ ഡൊണേറ്റ് ചെയ്യാം. പക്ഷേ എത്ര പൈസ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ ഞാൻ പറഞ്ഞ അവസ്ഥ തന്നെയാണ്. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകളും സപ്പോർട്ടുകളും ഗാസയിലേക്ക് കടത്തിവിടുന്നില്ല ഇസ്രായേൽ. അപ്പോൾ പിന്നെ നമ്മളതിലുള്ള ഒരു ഓപ്ഷൻ പ്രൊട്ടസ്റ്റ് ചെയ്യുക, നമ്മളെങ്ങനെയും പ്രഷർ ചെയ്യണം. ഇസ്രായേൽ ചെയ്യുന്ന ഓരോ അട്രോസിറ്റിക്ക് എതിരെയും സംസാരിക്കുക, പറ്റുമെങ്കിൽ ബോയ്ക്കോട്ട് മൂവ്മെന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഇത്രത്തോളം ക്രൈസിസുകൾ വരുന്ന സമയത്ത് നിങ്ങൾ പ്രൊപ്പഗാണ്ടയിൽ വീഴാതിരിക്കുക. നിങ്ങൾക്ക് ഇത്രത്തോളം റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസിൽ നിന്ന് ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ എന്തിനാണ് സയനിസ്റ്റ് പ്രൊപ്പഗാണ്ട പുഷ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോ കേൾക്കുന്നത്? അവർ പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇഷ്യൂ നോക്കണം എന്നുണ്ടെങ്കിൽ IPCയുടെ റിപ്പോർട്ടുകൾ അവൈലബിൾ ആണ് അവരുടെ സൈറ്റിൽ, അല്ലെങ്കിൽ ഞാൻ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇസ്രായേൽ ഫലസ്തീൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ വേറെയും പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ആ വീഡിയോസ് നോക്കാം.